പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ജെന്യുവിൻ റിവ്യൂ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൂടാതെ കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് മെസ്സേജ് കഴിച്ചിട്ട് എന്തെങ്കിലും ബ്രൈറ്റനിങ് ക്രീം വെളുക്കാൻ എന്തെങ്കിലും പറഞ്ഞുതരാവോ. ഞാനിപ്പോൾ ഒരു 1.5 മാസം ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ തരുന്നത്. എല്ലാവർക്കും നമുക്കങ്ങനെ പ്രിഫർ ചെയ്യാനും പറ്റത്തില്ല. ഈ കുരുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകത്തില്ലേ, ഭയങ്കരമായിട്ട് മുഖത്ത് ഇങ്ങനെ അഴുക്കൊക്കെ പോവാന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പം നിങ്ങളുടെ സ്കിൻ ഇഷ്യൂ വരുമ്പം ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഏജിങ് ആയി തുടങ്ങുക, സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോവുക, ഈ 3 റീസണിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം, അതൊക്കെ പോയി കഴിയുമ്പോഴേ മുഖത്ത് ഓട്ടോമാറ്റിക്കായിട്ടൊരു വെളിച്ചം വീഴും. ആ വെളിച്ചത്തിൽ കൂടെ നിങ്ങൾ മേക്കപ്പ് കൊണ്ടിട്ട് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ആണ്, അന്നത്തെ ദിവസം പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കണം എന്നൊരു ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ജെന്യുവിൻ റിവ്യൂ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒരു പ്രോഡക്റ്റ് അല്ല, 1-2 പ്രോഡക്റ്റുകൾ. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇനി പ്രൊമോഷനാണ് ഇതാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ച് എനിക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഒരുപാട് ആൾക്കാർ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് കാണാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഇരുന്ന് കാണാറുണ്ട്. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഞാനും യൂസ് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് എനിക്ക് ഡയറക്റ്റ് വന്ന പ്രോഡക്റ്റ് അല്ല, മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് കൊള്ളാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ, ആ ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഭയങ്കരമായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്തുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്കിതെല്ലാം യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ടൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കുറച്ച് സോഫ്റ്റായി, ഒരു ബേബി സോഫ്റ്റ് എന്നൊക്കെ പറയില്ല. എനിക്ക് ഭയങ്കര റഫായിരുന്നു, എനിക്ക് അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈയും ആയിരുന്നു. അപ്പം ഈ കാരണങ്ങളൊക്കെ എനിക്ക് മാറി കിട്ടി. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പം നിങ്ങളുടെ സ്കിൻ ഇഷ്യൂ വരുമ്പം ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഏജിങ് ആയി തുടങ്ങുക, സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോവുക, ഈ 3 റീസണിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്തത്, ഞാൻ ഡോക്ടറെ പോയി കണ്ടു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു വൈറ്റമിൻ ഡി എനിക്ക് കുറവാന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ കാരണങ്ങൾ കൊണ്ടായിരുന്നു എനിക്ക് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമായിരുന്നു. പണ്ട് ഭയങ്കര ഓയിലി ആയിരുന്നു, ആ ഓയിൽനെസ് കംപ്ലീറ്റ്ലി മാറിയിട്ട് ഭയങ്കര ഡ്രൈ ആയി. അപ്പം ഞാൻ വിചാരിച്ചു സ്കിൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം മേ ബി അത്രയും ഡ്രൈ ആയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ശ്രദ്ധയില്ലായ്മയുണ്ട്, അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ഇല്ല, അതുകൊണ്ടാണ് മെയിനായിട്ടും സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതും പെട്ടെന്ന് ഏജിങ് ആവുന്ന പോലെ തോന്നുന്നതും. അങ്ങനെയുള്ള സ്കിന്നിൻ്റെ ഒരുവിധം ഇഷ്യൂസിനൊക്കെ കാരണം വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറും കംപ്ലീറ്റ്ലി പോകും. അപ്പം ഞാൻ വൈറ്റമിൻ ഡി കഴിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഹെയറും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതിനോടൊപ്പം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പുറമേ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെ നമുക്ക് കുറച്ച് ഇൻടേക്ക് അകത്തോട്ടും പോകണം, എന്നാലേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ഇത്രയും സാധനങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് കഴിച്ചു, അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പം അതും കൂടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്കിന്നിന് ഇഷ്യൂ ഉള്ളവരും ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കേ. ഇത് തുടക്കത്തിലേ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഓക്കെ, ഇനി നമ്മുടെ സാധനങ്ങളിലേക്ക് പോവാം. ഞാൻ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മുടെ സെറ്റഫിലിൻ്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിൻ്റെ ബ്രൈറ്റനിങ് ഡേ പ്രൊട്ടക്ഷൻ ക്രീം SPF 15 ആണ്. ഇതൊരു ഡേ ക്രീമാണ്, ഡേ ക്രീം അല്ലേ, ഡേ ക്രീമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ഓഫ് ജോസൻ്റെ ഒരു അൺഡ്രൈ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് 1% ഗ്ലൈക്കോളിക് ആസിഡ് സീറം യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കോസാറക്സിന് സ്നെയിൽ മ്യൂസിനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഉപയോഗിച്ച് തുടങ്ങുന്ന സാധനം മുതൽ പറയാം. ആദ്യം രാവിലെ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റഫിലിൻ്റെ ഒരു ക്ലെൻസർ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പാക്കിംഗ് വരുന്നത്, ഞാൻ സൈഡിൽ ഫോട്ടോ കാണിക്കാവേ. ആ ക്ലെൻസറാണ് ഞാൻ രാവിലെ യൂസ് ചെയ്യുന്നത്. ആ ക്ലെൻസർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് മുഖത്ത് ഇങ്ങനെ അഴുക്കൊക്കെ പോവാന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഭയങ്കര മൈൽഡാണ്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയുള്ളൊരു ഫീൽ കിട്ടും. അതുപോലെ സ്കിൻ കുറച്ച് ഓയിലി ആവാനും തുടങ്ങും. അതാണ് ഞാൻ രാവിലെ യൂസ് ചെയ്യുന്നത്. വൈകുന്നേരം യൂസ് ചെയ്യുന്നത്
വൈകുന്നേരം മീൻസ് വൈകുന്നേരം കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴെങ്കിലും ഫേസ് വാഷ് ആണെങ്കിൽ സിമ്പിളിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യും. ഒരു ഗ്രീൻ കളർ ബോട്ടിൽ, അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും ഇപ്പം എൻ്റെ ഇല്ലാട്ടോ, എല്ലാം എറണാകുളത്തിരിക്കും. ഞാനിന്നിപ്പോൾ അടൂരാണ്. ഈവനിങ് ആണെങ്കിൽ സിമ്പിൾ യൂസ് ചെയ്യും. രാത്രിയും ഈ സിമ്പിളിന്റെ ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം സിമ്പിളിന്റെ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ടാമതൊരു ഡബിൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഉപയോഗിച്ച സെറ്റഫിലിന്റെ ക്ലെൻസർ ഇല്ലേ, ആ ക്ലെൻസർ ഒന്നും കൂടി യൂസ് ചെയ്യും. ഇത് ഇത്രയാണ് ഒരു ഫേസ് വാഷ്. എൻ്റെ കാര്യം വരുമ്പം ഈ ഈ 2 സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇനി രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നനവുള്ള മുഖത്ത് വേണം നമ്മുടെ ഈ കോസാറസിന്റെ സ്നെയിൽ മ്യൂസിൻ ഇടാൻ. ഇത് ശരിക്കും എൻ്റെ ഓർമ്മയിൽ ഒരു 1.5 മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രേ തീർന്നിട്ടുള്ളൂ. ഞാൻ കരുതി ഈ ഒരു ബോട്ടിൽ പെട്ടെന്ന് തീരും, അത്യാവശ്യം നല്ല കാശുണ്ട്, പെട്ടെന്ന് തീരുന്നു വിചാരിച്ചു. പക്ഷെ അത്ര പെട്ടെന്ന് തീരുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ 3 പമ്പാണ് എടുക്കുന്നത്, 1, 2, 3 പമ്പ്. എനിക്ക് എന്നിട്ട് തീരുന്നൊന്നുമില്ല, ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് ആദ്യത്തെ ഒരു 2 ആഴ്ച എനിക്ക് ഒരു മാറ്റം തോന്നിയില്ല. അയ്യോ വെറുതെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ കസിൻ എന്നോട് പറഞ്ഞായിരുന്നു, നമുക്കിത് വെറ്റായിട്ടുള്ളൊരു ഫേസിൽ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് മുഖം കഴുകി കഴിഞ്ഞിട്ടുടനെ ഇങ്ങനെ വെള്ളം ഇറ്റ് വീഴുന്ന മുഖമല്ല കേട്ടോ, എന്നാലും വെള്ളം നനവുള്ള മുഖമല്ലേ, ആ മുഖത്താണ് ഞാനിത് ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നു. അപ്പോൾ ഈ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. നനഞ്ഞ മുഖത്ത് ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. ഇതാണ് ഡെയിലി ഞാൻ രാത്രി ഇടുന്നത്. ഇതിട്ടിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കും. ഇത് രാത്രി ഇട്ടിട്ട് കിടക്കുന്നത് കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സെറ്റഫിലിന്റെ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. കാര്യം അത് കുറച്ച് മൈൽഡാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളെല്ലാം ഹാർഡായിട്ടുള്ളൊരു ഫേസ് വാഷ് രാവിലെ യൂസ് ചെയ്താൽ എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് ഈ സാധനത്തിന്റെ എഫക്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ മൈൽഡായിട്ടുള്ള സെറ്റഫിലിന്റെ ക്ലെൻസറാണ് രാവിലെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം രാവിലെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ടോണറൊക്കെ യൂസ് ചെയ്യണം എന്നാണ്. പക്ഷെ ഞാൻ ടോണറൊന്നും ഡെയിലി യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു സാധനമാണ്. ഡയറക്റ്റ് 5th ഇയർ ഇട്ട് നേരെ ഫൗണ്ടേഷൻ പോകുന്ന ഒരാളാണ് ഞാൻ. ബേസ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ സ്കിൻ കെയറും. ഞാൻ ടോണറും കാര്യങ്ങളും ഉപയോഗിക്കാറില്ല. ഞാൻ നേരെ വന്നിട്ട് നമ്മുടെ സെറ്റഫിലിൻ്റെ ഈ ക്രീം കണ്ടോ, ഈ ക്രീം ഒരു ഇച്ചിരി എടുക്കുക, ടങ് യൂസ് ചെയ്ത് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. വെയിലത്ത് പോവുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. ശരിക്കും വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെയാണ്, പക്ഷെ എനിക്ക് കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുന്ന സമയത്താണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യുവാണെങ്കിലും ഞാൻ ബേസായിട്ട് ഇപ്പോൾ ഈ ഒരു ക്രീം തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഇതിടുക, ഇതിട്ടിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരെ ഡയറക്റ്റ് ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ നേരെ ഫൗണ്ടേഷനും കാര്യങ്ങളും റെഡിയാവും. എനിക്കിത് ഭയങ്കരമായിട്ട് ഓക്കെയാണ്. ഈ ഒരു ക്രീമും ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ദിവസം കൊണ്ട് അങ്ങനെ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് വെളുപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വെളുത്തിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല. ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇതിന് തോന്നിയൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പം കുറച്ച് എനിക്കൊരു റെഡിഷ് ഒരു ബ്ലമിഷസ് പോലെ കുറച്ച് എൻ്റെ ഫേസിലുണ്ടായിരുന്നു. ഇവിടെ കവിളിൻ്റെ ഇവിടെ കുറച്ച് ചുമപ്പ് ഉണ്ടായിരുന്നു, താടിക്കുണ്ടായിരുന്നു, മൂക്കിൻ്റെ സൈഡിലുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. പിന്നെന്താ, കുറച്ച് ഒരു സൺ ടാൻ ഒക്കെ മാറി ഒന്ന് മൊത്തത്തിലൊരു ഈവൻ ടോൺ ആവാന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനം എനിക്ക് ഇതിന്ന് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ അങ്ങനെ വെളുത്തു എന്നൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്തോ ഒരു സ്കിന്നിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ 2 സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിനൊരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സീറോ ആണ്. ഇത് ആക്ച്വലി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ ഇടുന്നതിന് മുൻപ് ഇതിടണം. ഇതിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ആ ഡ്രൈ ഫേസ് വീണ്ടും ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയിട്ടാണ് ഞാൻ സ്നെയിൽ മ്യൂസിൻ ഇടുന്നത്. പക്ഷേ ഇത് ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 2-3 ദിവസം മാത്രമേ ഈ ഒരു ഗ്ലൈക്കോളിക്കിൻ്റെ ബ്രൈറ്റ് സിറം യൂസ് ചെയ്യാറുള്ളൂ. ഇതും നേരെ എടുക്കുക, കവിളിൽ, നെറ്റിയിൽ, കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും. ഒരു 5 മണി 6 മണി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് നേരെ അപ്ലൈ ചെയ്തിട്ട് അപ്പോഴേക്ക് വിടും. രാത്രി ഒരു 8 മണി 9 മണി സമയം ഇത് നന്നായിട്ട് ഫുൾ സ്കിന്നിൽ അബ്സോർബ് ആയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ ജസ്റ്റ് വാട്ടർ ഇങ്ങനെ കൈകൊണ്ട് നനയ്ക്കുക, മുഖത്ത് ഫുൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അപ്പോൾ മുഖത്ത് വെള്ളം നനവ് വന്നു കഴിയും. അതിനുശേഷം ഞാൻ ഇതിടും. ഇത് ഡെയിലി ഉള്ളതും ഇത് ആഴ്ചയിൽ 1-2 ദിവസം ഉള്ളത് ഇത്. പിന്നെയുള്ളത് നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോസന്റെ ഒരു അൺഡ്രൈ ക്രീമാണ്. ഇത് ആക്ച്വലി റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. പക്ഷെ എൻ്റെ കണ്ണിന് ചുറ്റും അത്രയും ഡാർക്ക് സർക്കിൾസ് എനിക്കില്ല. പൊതുവെ എനിക്ക് ഡാർക്ക് സർക്കിൾ കുറവായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇത് കാരണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിനി വേറെ ആരെങ്കിലും യൂസ് ചെയ്ത് പറഞ്ഞാൽ എനിക്കറിയുള്ളൂ. ഞാനിതിന് ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ജെന്യുവൻ റിവ്യൂ പോലെ തോന്നി. അവരും യൂസ് ചെയ്തിട്ട് ഡാർക്ക് സർക്കിൾസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐ ബാഗ്സ് ഒക്കെ ഇല്ലേ, ഐ ബാഗ്സ് വരാതിരിക്കാനും ഇത് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് സർക്കിൾ ഇല്ലെങ്കിൽ പോലും കണ്ണിനൊരു പ്രൊട്ടക്ഷൻ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത്.
ഇതും കുറച്ച് 2 പമ്പ് എടുക്കുക. കണ്ണിൻ്റെ താഴെ മേലെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. 2 കണ്ണിന് ചുറ്റും ഡെയിലി രാത്രി അപ്ലൈ ചെയ്യും. എന്നിട്ട് സെയിൽ മ്യൂസിന് ഇടുന്ന സമയത്ത് ഈ 2 ക്രീമും തമ്മിൽ ടച്ച് ആവാതെ ഒരു ബാരിയർ പോലെ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കണ്ണിന് ചുറ്റും ഇതും ബാക്കി ഫുള്ളും സെയിൽ മ്യൂസിനും. ഇത് ഇത്രയാണ് ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. അതുകൂടാതെ കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, മെസ്സേജ് കഴിച്ചിട്ട് എന്തെങ്കിലും ബ്രൈറ്റനിങ് ക്രീം വെളുക്കാൻ എന്തെങ്കിലും പറഞ്ഞുതരാവോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സ് ഒക്കെ ഉള്ള ബ്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്യണം. പക്ഷെ എനിക്ക് അതത്ര നല്ലതാണെന്ന് എനിക്ക് അറിയില്ല. കാര്യം എല്ലാവർക്കും എല്ലാം സ്യൂട്ട് ആവണമെന്നില്ലല്ലോ. ഇപ്പം ഏതെങ്കിലും ഒരാൾ ഇപ്പം സ്റ്റിറോയിഡുള്ളൊരു ബ്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടിയെന്ന് കേട്ടിട്ട് മറ്റൊരാൾ ഉപയോഗിച്ച സ്റ്റിറോയിഡുള്ള ക്രീംസ് ആയതുകൊണ്ട് എല്ലാവർക്കും നമുക്കങ്ങനെ പ്രിഫർ ചെയ്യാനും പറ്റത്തില്ല. ഈ കുരുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകത്തില്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റിറോയിഡ്സ് ഉള്ള ബ്രൈറ്റനിങ് ക്രീം അങ്ങനെ വലുതായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പേടിയാണ്. ഞാനും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സ്റ്റിറോയിഡ്സ് ഉള്ള ബ്രൈറ്റനിങ് ക്രീംസ് ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുമില്ല. പിന്നീട് അല്ലാത്ത നോർമൽ ബ്രൈറ്റനിങ് ക്രീംസ് അല്ലേ, ഇപ്പൊ ഈ പറഞ്ഞ സെറ്റഫിൽ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ബ്രൈറ്റനിങ് ക്രീം തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ല കേട്ടോ. കാര്യം ഇതിപ്പോ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്ന സാധനങ്ങളൊന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് സാധനം നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ വലിയൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതിന് ഏറ്റവും കുറഞ്ഞൊരു 1 മാസമെങ്കിലും എടുക്കും. ഞാനിപ്പോൾ ഒരു 1.5 മാസം ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ തരുന്നത്. ഈ 1.5 മാസത്തിൽ എനിക്ക് വർക്കായി. എല്ലാവർക്കും 1.5 മാസം കൊണ്ട് വർക്ക് ആവണമെന്നില്ല. പിന്നെ ഞാനിത് മേടിച്ച സമയത്ത് 2 കൽപ്പിച്ചായിരുന്നു. എന്തായാലും ഞാൻ മേടിച്ചു. റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു കുപ്പി മുഴുവൻ ഞാൻ തീർക്കും. എനിക്ക് കാശ് എടുത്ത് മേടിച്ചല്ലെന്ന് ഓർത്തിട്ട് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈ മേടിച്ച സാധനങ്ങൾക്കെല്ലാം എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ആണ്, അന്നത്തെ ദിവസം പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നൊരു ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ ഫേസിൽ ഇപ്പം എനിക്ക് ഫേഷ്യൽ ഹെയർ നല്ല ഗ്രോത്ത് ആയിട്ട് ഇരിപ്പുണ്ട്. ആക്ച്വലി അത് റിമൂവ് ചെയ്യണ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ റിമൂവ് ആക്കാതെ വെച്ചേക്കാണ്. പറ്റുമെങ്കിൽ ഞാനത് വീഡിയോ ആക്കി കാണിച്ചു തരാം. നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക. അതൊക്കെ പോയി കഴിയുമ്പോഴേ മുഖത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വെളിച്ചം വീഴും. ആ വെളിച്ചത്തിന് കൂടെ നിങ്ങൾ മേക്കപ്പ് കൊണ്ടിട്ട് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങളിപ്പം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യം എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ജെല്ലോ മോയ്സ്ചറൈസറോ വോട്ടെവർ ഇറ്റ് ഇസ് നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് എന്താണുള്ളത്. ഈ ഒരു സൺസ്ക്രീൻ ആയാൽ പോലും കുഴപ്പമില്ല. ഒരു ക്രീം ഇടണം എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുമ്പോൾ, നമ്മൾ റേസേഴ്സ് വെച്ച് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ഡ്രൈ സ്കിന്നാണ്, സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലേഡില്ലേ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ സ്ക്രാച്ച് വീഴും. ആ സ്ക്രാച്ചാണ് അവിടെ നിന്നിട്ട് പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പതിയെ വന്നു തുടങ്ങുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു ഓയിൽനെസ് ഉള്ളൊരു ക്രീം നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ആ റേസേഴ്സിൻ്റെ ബ്ലേഡ്സ് അങ്ങ് മൂവായി പൊക്കോളും. അപ്പം നമുക്ക് അടയാളം വീഴത്തില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതിപ്പോൾ ഷേവിങ് ക്രീം ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, സൺസ്ക്രീൻ ആയിക്കോട്ടെ, ജെൽ ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും കുഴപ്പമില്ല. കയ്യിൽ എന്താണുള്ളത് അത് യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ത്രെഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരും. പിന്നെ ഇവിടെ അപ്പർ ലിപ്സിൽ ഹെയർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്നൊരു സ്ഥലത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ലുക്ക് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർക്ക് സിമ്പിളിൻ്റെ ഫേസ് വാഷും മോയ്സ്ചറൈസറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മുടെ സെറ്റഫിലിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ ബ്രൈറ്റനിങ്ങിന് തന്നെ ഒരു ഫുൾ റേഞ്ച് ഉണ്ട്. ഞാൻ അത് മേടിച്ചിട്ടില്ല ഇതുവരെ. അത് മേടിക്കണം വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ ഓൾറെഡി ക്രീം കയ്യിലുണ്ട്. ഇതിൻ്റെ ടോണർ ഉണ്ട്, അതുപോലെ ക്ലെൻസർ ഉണ്ട്. അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് സെറ്റഫിലിൻ്റെ തന്നെ ഉണ്ട്. നമ്മുടെ പല സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ സെറ്റഫിലുണ്ട്. അപ്പം ഈ പ്രശ്നമുള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കൂടുതലും സെൻസിറ്റീവ് സ്കിന്നുള്ളവർ മൈൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണേ. പിന്നെ ഫേസ് സെറത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഓരോ ഫേസ് സെറത്തിനും അതിൻ്റെ കണ്ടന്റ് നോക്കുക. ഇപ്പം നയാസിനമൈഡ് ആണോ ഗ്ലൈക്കോളിക് ആണോ എന്താണ് അതിൽ കൊടുത്തേക്കുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പം ഗ്ലൈക്കോളിക് ആസിഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെല്ലാം കിട്ടും. ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെ ഉപയോഗിക്കണം, ഒരാഴ്ചയിൽ എത്ര ദിവസം ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഓരോ സിറം നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുന്നതിന് മുമ്പും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് എനിക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടിട്ട് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കുക. എന്നിട്ട് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഈ പറയുന്ന ഗ്ലൈക്കോളിക്കിൻ്റെ സിറവും ഒരു ദിവസം കൊണ്ട് നമ്മുടെ വെളുപ്പിക്കുന്ന സാധനമോ ഒന്നുമല്ല. നമ്മുടെ
സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറിക്കിട്ടും. എനിക്ക് ഇത്രയും നാളും സ്കിൻ കെയർ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന ഒരു സാധനങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് മജീഷ്യൻ പോലെ നമ്മളെ വെളുപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ആവും, നമ്മുടെ ടെക്സ്ചർ ഒന്ന് മാറിക്കിട്ടും, ചിലപ്പോൾ ചെറിയൊരു ഗ്ലോ വരും. അങ്ങനെയുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ ഈ പറഞ്ഞ എന്ത് ഐറ്റംസിനും നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് സർജറി ചെയ്തതുപോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഒരൊറ്റ ദിവസം കൊണ്ട് സ്വിച്ച് ഇട്ട പോലെ വെളുക്കുന്ന പോലത്തെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊന്നും ആരും എക്സ്പെക്ട് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്ത് തുടങ്ങരുത്. കാര്യം അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും വരില്ല. അപ്പം നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം നെക്സ്റ്റ് ഡേ മുതൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ മുതൽ നിങ്ങളുടെ മുഖത്ത് കുഞ്ഞു കുരുക്കളില്ലേ, അതായത് ഈ പാലുണ്ണി പോലെ അല്ലെങ്കിൽ ഈ മണൽത്തരി പോലത്തെ കുരുക്കളില്ലേ, അങ്ങനെയുള്ള കുരുക്കൾ വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്കിന്നിന് ആ പ്രോഡക്റ്റ് സ്യൂട്ട് അല്ല എന്നുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് സ്യൂട്ട് ആവാത്തൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് തിരിച്ച് തന്നെ റിജക്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സിഗ്നലായിട്ട് കരുതിയാൽ മതി. അതുപോലുള്ള കുഞ്ഞു കുരുക്കൾ അങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അധികം യൂസ് ചെയ്യേണ്ട. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്കിങ്ങനെ ഒരു 1-2 നോർമൽ കുരുക്കൾ പോലെ ഇങ്ങനെ മൂക്കിൽ വന്നിരുന്നു. പക്ഷെ എനിക്കത് കുഴപ്പമില്ല, ഈ ഭയങ്കര ഡേഞ്ചർ ആയിട്ടൊരു സിഗ്നൽ അല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു 1 വീക്കും കൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതുമായിട്ട് സെറ്റായി. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഒത്തിരി കുരുക്കളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ അത് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ അല്ല എന്നാണ് അതിനുള്ളൊരു അർത്ഥം കേട്ടോ. എന്തായാലും എൻ്റെ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സ്കിൻ കെയർ വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ചാനലിൽ കൂടുതലും ഈ ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ്, ഫുഡ് വ്ളോഗ്, കുക്കിംഗ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ കൂടുതലും എന്താ പറയുക അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ് ഞാൻ ചെയ്യാത്തത്. അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ കുറേ ടോപ്പിക്സ് ആയിട്ട് വരാം. ഞാൻ ഈ പറയുന്ന പോലെ ഒരു 50 വീഡിയോ എടുത്താൽ അതിൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ കാണുള്ളൂ. ഒരുപാട് നാളെ ഞാൻ ഒരു സ്കിൻ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആക്ച്വലി ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത മനസ്സ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കണ്ടു തീർക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൊടുക്കണം, നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ കൊടുക്കണം. എന്നാലും എല്ലാ വീഡിയോസും വരുള്ളൂ കേട്ടോ. അപ്പം എനിവേ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ ബൈ.